ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. കർത്താവ് നമുക്ക് വേണ്ടി സഹിക്കുകയും നമുക്ക് രക്ഷ നൽകാൻ കാൽവരിയിൽ ബലിയാകുകയും ചെയ്ത ഏറ്റവും മനോഹരമായ ദിവസം. ഈ ദിവസത്തിൽ പ്രത്യേകമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഈശോ നമ്മുടെ പാപങ്ങൾ ഹനിക്കുവാൻ, പാപത്തെ നീക്കിക്കളയുവാൻ കുരിശിൽ മരിച്ചു എന്നുള്ള ചിന്തയാണ്. നമുക്കൊക്കെ പരിചിതമായ, നമ്മളൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ അതിൻ്റെ ശബ്ദം കൊടുക്കുന്ന വേളയിൽ അതിലഭിനയിച്ച പലർക്കും മനസ്സ് തകർന്നു പോയെന്നാണ് പറയുന്നത്. ശബ്ദം വരുന്നില്ല, കാരണം ഈ രംഗം കണ്ട് തങ്ങളാണല്ലോ ഇതിന് ശബ്ദം കൊടുക്കേണ്ടി വരുന്നത് എന്ന് പോലും ചിലർ ചിന്തിച്ചു. പല നേതാക്കൾക്കും തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താനും ജീവിതത്തിൽ മാറ്റം വരുത്താനും തയ്യാറായി എന്നാണ് പിന്നീട് കേൾക്കാൻ സാധിച്ചത്. അതിലഭിനയിച്ച റോമൻ പടയാളികളിൽ അവരൊക്കെ പുതിയ ജീവിതം, പാപവും തിന്മയും ഉപേക്ഷിച്ച ജീവിതത്തിന് അവർക്ക് സാധിച്ചു. അവരതിന് തയ്യാറായി, ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ അവരെ സിനിമ സഹായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകവുമായി തിന്മയുമായി ഒക്കെ സമരസപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. തിന്മയെ തിന്മയായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നമ്മുടെ പാപം ഇല്ലാതാക്കുവാൻ, രക്ഷ നൽകുവാൻ ഈശോ വന്നെങ്കിൽ കർത്താവിൻ്റെ മാതൃകയിൽ നമുക്കും ഇന്ന് ഈ ലോകത്തിൽ പാപത്തിനോട് സമരസപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് എന്നുള്ള ബോധ്യം നമ്മിൽ നിറയട്ടെ. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, കുരിശ് രക്ഷയുടെ അടയാളം എന്ന വസ്തുതയാണ്. എല്ലാ കാലത്തും തിന്മയ്ക്കും സാത്താനും ഭീതി ഉളവാക്കിയ കുരിശ് ലോകം മുഴുവനും സർവ്വജനതകൾക്കും രക്ഷയുടെ അടയാളമാണ്. പരമ്പരാഗതമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് ശേഷം കുരിശ് കണ്ടെടുക്കുന്നു. ഈശോയുടെ കുരിശിൻ്റെ ആ വലിയ ശക്തി, അത് ആ കുരിശിൽ സ്പർശിക്കുന്നവർക്ക് അത്ഭുത രോഗശാന്തി ഉണ്ടാകുന്നു. 4-ാം നൂറ്റാണ്ടിലെ തീർത്ഥാടകയായ എജേരിയ എഴുതിയിരിക്കുന്ന തീർത്ഥാടന ഡയറിയിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: കുരിശിൻ്റെ തിരുശേഷിപ്പ് വെള്ളി പേടകത്തിൽ സംവഹിച്ചുകൊണ്ട് പോകുന്നു. ആരാധനയോടെ, പ്രാർത്ഥനയോടെ ജനങ്ങൾ അതിന് കുമ്പിട്ട് വണങ്ങുന്നു. 4-ാം നൂറ്റാണ്ടിലെ സാക്ഷ്യമാണ്. തുടർന്ന് ഇങ്ങോട്ട് കുരിശിൻ്റെ പുകഴ്ച ലോകമെല്ലായിടത്തും പരക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുരിശ് ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ ഉയർത്തപ്പെടുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? കുരിശിൽ ഉയർത്തപ്പെട്ടവൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവുമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. വിശുദ്ധ കുർബാനയെയും മാമോദീസായെയും ഈ കാര്യം സൂചിപ്പിക്കാൻ നമുക്കറിയാം. കുരിശ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമാവുക? നമ്മളൊക്കെ കുരിശിന് ആഭരണമായിട്ട് അണിയുന്നവരാണ്. പക്ഷെ എങ്ങനെയാണ് കുരിശിൻ്റെ ജീവിതം, കുരിശിൻ്റെ വഴിയിലൂടെ പോകുക എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ ആഘോഷമായിട്ട് പൊൻകുരിശെടുക്കുന്നവരാണ്, പ്രദർശനത്തിലും മറ്റും. പക്ഷെ നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ കുരിശുകൾ വഹിക്കുക, സഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുരിശിൻ്റെ ശക്തിയിൽ ആനന്ദം കണ്ടെത്തുക, ആ വലിയ ആശ്വാസം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിതം കൊണ്ട് ഈ കുരിശിൻ്റെ വഴിക്ക് നമുക്ക് അർത്ഥം കൊടുക്കാം. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുക, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു പദമാണ്, അന്ത്രാക്കിയാൻ എന്ന് പറയുന്ന പദമാണ്. നമ്മളത് കാണുക 18-ാം അധ്യായം 18-ാം വാക്യത്തിലാണ്. പദത്തിൻ്റെ അർത്ഥം, ഈ അന്ത്രാക്കിയാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തീ കായുന്ന സ്ഥലം എന്നാണ്. നമുക്കറിയാം, പത്രോസ് തീ കായുന്നു, അവിടെ തണുപ്പ് ഉണ്ടായിരുന്നു, തണുപ്പായിരുന്നാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു.
യോഹന്നാൻ വളരെ കൃത്യമായിട്ട് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 21-ാമത്തെ അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ നമ്മൾ ഈ വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ആദ്യത്തെ തീ കൂട്ടിയത് മനുഷ്യരാണ്. നമ്മുടെയൊക്കെ പ്രതീകമാണ് പത്രോസ്. ഗുരുവിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് നയിച്ച, സുഖം തേടിയുള്ള, സുരക്ഷിതത്വം തേടിയുള്ള പരക്കം പാച്ചിലാണ് ഒന്നാമത്തെ ആ ഫയർ പ്ലേസിൽ പത്രോസിനെ എത്തിച്ചത്. അവൻ്റെ തന്നെ തീരുമാനമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആ തീ കായുന്ന സ്ഥലത്ത് പത്രോസിനെ എത്തിക്കുന്നത് യേശുവിൻ്റെ തീരുമാനമാണ്. പഴയ കുറവുകൾ, പോരായ്മകൾ ഓർമ്മിപ്പിക്കാനല്ല. എന്തിനാണ് ഈശോ പത്രോസിന് വേണ്ടി ഇവിടെ തീ കൂട്ടുന്നത്? ഈശോയുടെ സ്നേഹത്തിൻ്റെ തീയിലേക്ക് പത്രോസിനെ മാത്രമല്ല മറ്റ് ശിഷ്യന്മാരെയും ഒന്നുകൂടി മാടി വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ആ തീ കായുന്ന സ്ഥലത്ത് നിന്ന് ഈശോ ഒരുക്കുന്ന തീയിലേക്കുള്ള നമ്മുടെ പ്രയാണമാണ് നമ്മുടെ ഈ പെസഹ കാലഘട്ടത്തിലെ ജീവിതം. അങ്ങനെ ആയിരിക്കണം. കാരണം കുറവുകളും പോരായ്മകളും പാപങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈശോയുടെ സ്നേഹത്തിലേക്ക്, കൂടുതൽ തീഷ്ണതയാർന്ന ജീവിതത്തിലേക്ക് നമ്മൾ വരുന്ന ഒരു കാലഘട്ടമാകണം ഈ നോമ്പുകാലം. ഉയിർപ്പ് എന്ന് പറയുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ ജ്വലനം നമ്മളുണ്ടാകാനായിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കേണ്ടത്. ആകയാൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. പ്രത്യേകമായി ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ കർത്താവിൻ്റെ സമാധാനം നമ്മിൽ നിറയാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു.